നിങ്ങളെ ഒരുപാട് ഹൃദയത്തിൽ സ്നേഹിച്ചിരുന്നവർ നിങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. നിങ്ങളുടേതിനേക്കാൾ മികച്ചതായ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതിൽ ആകർഷിതരായി നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമില്ലാത്തവർ പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ എത്ര സ്നേഹിച്ചു എന്നതിനർത്ഥമില്ല. അതായത് ഒരു വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. ഇതൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കാം. ഹൃദയത്തിൽ ഉള്ള യഥാർത്ഥ സ്നേഹം മരിച്ചാലും വിട്ടുപോകാത്ത സ്നേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഇതിലും നല്ല സാഹചര്യത്തിൽ കാണുമ്പോൾ ഇവർ ചിന്തിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കൊണ്ട് എന്താണ് പ്രയോജനം, ഭാവിയിൽ എന്താണ് ഗുണം, ഈ വ്യക്തിക്ക് സാമ്പത്തികമായ സിറ്റുവേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും മെച്ചങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ അതൊക്കെ കൂട്ടി കുറച്ച് തുലനം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. അപ്പോൾ മറ്റൊരു വ്യക്തിയോ മറ്റു സാഹചര്യത്തിലോ അവർക്ക് മെച്ചങ്ങൾ വരികയാണെങ്കിൽ ഈ സ്നേഹത്തെയും അവസ്ഥകളെയൊക്കെ ഉപേക്ഷിച്ച് അവർ ആ സാഹചര്യത്തിലേക്ക് നീങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പഴയ സ്നേഹബന്ധം തകരുന്നു, മറ്റേ സ്നേഹബന്ധത്തിലേക്ക് അവർ പോകുന്നു. ആ പോയ വ്യക്തിയെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഈ വ്യക്തി ഇവിടെ തകരുന്നു. മറ്റേ വ്യക്തിക്ക് ഇതൊന്നും വിഷയമേ അല്ല. അവർക്ക് ഈ വ്യക്തിയുടെ കാര്യം, ഈ തകർന്ന വ്യക്തിയുടെ കാര്യം അറിയുകയേ വേണ്ട. അവർ അവരുടെ വഴിക്ക് പോകുന്നു. അവർക്ക് സാഹചര്യങ്ങളാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻ്റാണ് ഏറ്റവും വലുത്, അവരുടെ സ്റ്റാൻഡേർഡാണ് ഏറ്റവും വലുത്. ആ ലെവലിലേക്ക് അവർ മനസ്സായിത്തീരുന്നു. സ്നേഹമൊന്നും ഒന്നുമല്ല. ഇങ്ങനെ എത്ര ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. ഇത് നിങ്ങൾ മനസ്സാക്കിയിരിക്കണം. നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ തന്നെ അവരുടെ അവസ്ഥകളും കൃത്യവും നിങ്ങൾ പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവസാനം പടുകുഴിയിലായിത്തീരും. നിങ്ങളുടെ ക്യാഷ് ചിലപ്പോൾ പോവാം, നിങ്ങളുടെ എല്ലാം നഷ്ടമായി തീരാം, നിങ്ങളുടെ മാനസികാവസ്ഥ തകരാം, ചിലപ്പോൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിത്തീരും. അങ്ങനെ ആയിപ്പോയിട്ടുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കി ജീവിതത്തിൽ മുന്നേറുക. സ്നേഹബന്ധത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് സ്നേഹത്തിനൊന്നും ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് സ്നേഹബന്ധങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന് വില കൊടുക്കാത്തവരാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സാക്കിയിരിക്കണം. അതിൽ യഥാർത്ഥമായി സ്നേഹിച്ചവർ, ആത്മാർത്ഥ ഹൃദയവും ആത്മാർത്ഥ സ്നേഹവുമുള്ളവർ, അവർ തകർക്കപ്പെടുകയാണ്. ഇത് വേറെ സത്യവുമാണ്. ചിലപ്പോൾ അവരുടെ പണം, സാഹചര്യങ്ങൾ, സമയങ്ങൾ ഒക്കെ നഷ്ടമായിട്ടുണ്ടാകാം. എന്നിട്ട് വേണം അവസാനം ഈ ദുഃഖങ്ങൾ കൂടി അനുഭവിക്കാൻ. പ്രണയിക്കുന്ന ചിലർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം, ആത്മാർത്ഥമായി ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ സ്നേഹിക്കുന്നു. അതായത് ഈ വ്യക്തി സ്നേഹിച്ച ആ വ്യക്തി പെട്ടെന്ന് മാറിപ്പോകുന്നു. ഈ വ്യക്തി ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ ഹൃദയത്തിൽ സ്നേഹിച്ചത്. പക്ഷെ ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം തകരുന്നു. ചിലപ്പോൾ ഈ വ്യക്തി സ്വന്തം ഇഷ്ടങ്ങളും മറ്റും മാറ്റി വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ വന്ന വിവാഹാലോചനകളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ വ്യക്തി പോയി കഴിയുമ്പോൾ പടുകുഴിയിലെത്തിയിരുന്നു ഈ വ്യക്തി. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഇവരുടെ ജീവിതവും ഭാവിയും ഒക്കെ തകരുന്നു. മറ്റേ വ്യക്തി വിജയിച്ചതുപോലെ സ്ഥലം വിടുന്നു. അവർക്ക് ഇവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമേ ഇല്ല. നോക്കി നിന്ന് തകർച്ച കാണേണ്ട അവസ്ഥകൾ, സ്വന്തം ജീവിതത്തിൻ്റെ തകർച്ച നോക്കി നിന്ന് കാണേണ്ട അവസ്ഥകൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. 2. നിങ്ങളെക്കുറിച്ച് സംശയം തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പറ്റിക്കുന്നു എന്ന് അവർക്ക് തോന്നുക. നിങ്ങളെക്കുറിച്ച് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയം തോന്നുകയാണെങ്കിൽ അവർ മെല്ലെ ഒഴിയാനും നിങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാനും സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് സ്നേഹബന്ധമോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചെന്നോ നിങ്ങൾ എത്രമാത്രം അവർ സ്നേഹിച്ചു എന്നൊന്നും അവരുടെ ബാധകമല്ല. അവർക്ക് അപ്പോൾ തന്നെ ഒരു അകൽച്ച സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അകൽച്ച സംഭവിച്ചുകൊണ്ട് ആ ബന്ധം തകർന്നു പോകുന്നു. അപ്പോൾ സംശയത്തിൻ്റെ അവസ്ഥകളും നിങ്ങൾ പറ്റിക്കുന്നു എന്നുള്ള അവസ്ഥകളും ഒക്കെ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകും, പെട്ടെന്ന് പോകും. അതായത് ഒരു മരം വീഴുന്നത് പോലെ പെട്ടെന്ന് പോയിട്ടുണ്ടാവും. ക്രമപ്പെടുത്താൻ വരെ സമയമുണ്ടാകില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. തകർന്നാൽ ഒറ്റ അടിക്കാണ് തകരുന്നത്. ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. പക്ഷേ ഇന്നുള്ള സ്നേഹബന്ധങ്ങൾ വിജയിക്കുക എന്നുള്ളതിനപ്പുറം ഇത് കുറച്ചുനാൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരാൾ മറ്റേ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എങ്കിലും അതിലൊരാൾക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും. അവർ പോയിട്ടുമുണ്ടാവും. ഈ വ്യക്തിയെ തകർച്ചയുടെ കുഴിയിലുമാക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പണമുള്ളവരുടെ കൂടി അവരുടെ പണം തിന്ന് നശിച്ചു കഴിയുമ്പോൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. അവരുടെ പണമെല്ലാം തിന്ന് തീർത്ത് ഇവർ സ്ഥലം വിടും. അത്രയും നാളും അവർക്ക് എൻജോയ്മെൻറ്റ്, ഇതിനെ സ്നേഹത്തിനെ അവർ ഉപയോഗിക്കുന്നു. ഏത് രീതിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് അവർ ഉപയോഗിച്ച് അവർ സ്ഥലം വിടുന്നു. ഇങ്ങനെ ഒരുപാട് സാഹചര്യത്തിൽ പെട്ടവരെയൊക്കെ എനിക്കറിയാം.
ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ദുഃഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ജീവിതത്തിൽ എത്ര സ്നേഹം ഉള്ളവർ ആണെങ്കിലും അവരെയൊക്കെ ശരിക്കും ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക. കണ്ണടച്ച് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ പെട്ടുപോകും, ജീവിതം തകരും. വിശ്വസിക്കുന്നവരുടെ യഥാർത്ഥത്തിൽ സ്നേഹബന്ധങ്ങൾ വിജയിക്കാൻ വളരെ പ്രയാസമാണ്. വിജയിച്ചാൽ അത് ഒരു ഭാഗ്യവുമാണ്. ഇത് അറിഞ്ഞിരിക്കുക എപ്പോഴും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.